ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ആലപ്പുഴ ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പ് കിടപ്പ് രോഗികളായ വയോജനങ്ങളെ സംരക്ഷിക്കാനായി ആറാട്ടുപുഴയിൽ ആരംഭിക്കുന്ന വയോജന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കുക്ക്, നഴ്സ്, മൾട്ടി ടാസ്ക് സ്റ്റാഫ്, സോഷ്യൽ വർക്കർ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. കുക്ക് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 8ാം ക്ലാസ്സും പാചകത്തിലുള്ള പ്രാവീണ്യവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഫെബ്രുവരി 5 രാവിലെ 10 മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. നഴ്സ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് GNM അല്ലെങ്കിൽ BScയും സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള പരിശീലനവും വയോജന മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഫെബ്രുവരി 5 രാവിലെ 11 മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ വെച്ചിട്ടാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് മൾട്ടി ടാസ്ക് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ്സും ക്ഷേമ സ്ഥാപനങ്ങളിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവും കിടപ്പ് രോഗികളെ പരിപാലിക്കാനുള്ള സന്നദ്ധതയുമാണ്. ഫെബ്രുവരി 7 രാവിലെ 10 മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. അടുത്തത് സോഷ്യൽ വർക്കർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് സോഷ്യൽ വർക്കിലുള്ള മാസ്റ്റർ ബിരുദവും വയോജന മേഖലയിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും കൗൺസിലിംഗ് സേവന പരിചയവുമാണ്. ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് 12 മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ വെച്ചിട്ടാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നൈറ്റ് വാച്ച്മാൻ തസ്തികയിൽ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയുള്ള 50 വയസ്സ് കഴിയാത്ത അപേക്ഷകർക്ക് ഫെബ്രുവരി 5 രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ റേഡിയോഗ്രാഫറുടെ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 2 10:30 കേരള പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനുള്ള സർക്കാർ അംഗീകൃത കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജി അല്ലെങ്കിൽ BSc റേഡിയോളജി യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റിൻ്റെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ പതിച്ച ബയോഡേറ്റയും സഹിതം കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ അസബ് കേരളയുടെ കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫെബ്രുവരി 3, 4 തീയതികളിൽ സ്റ്റോർ മാനേജർ, സെയിൽസ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ്യത 10ാം ക്ലാസ് +2 ഡിപ്ലോമ ബിരുദമാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ 690 രൂപ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 2 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവേണ്ടതാണ്. പ്രായപരിധി 60 വയസ്സിൽ താഴെയാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം കാസ്പിന് കീഴിൽ ECG ടെക്നീഷ്യൻ ഒഴിവിലേക്ക് 1 വർഷത്തേക്ക് 690 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 5 രാവിലെ 11 മണിക്ക് IMCH സൂപ്രണ്ട് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.